നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ തെങ്ങിൻ്റെ ചോട്ടിലിടുന്നുണ്ടാവും. ആ തെങ്ങിൻ്റെ ചോട്ടിലിടാതെ അതിനെടുത്തിട്ട് ഇതേപോലുള്ളൊരു ചട്ടിയിലേക്ക് കണ്ടിടുക. ഈ സാധനം ഉണ്ടല്ല, നമ്മുടെ വേസ്റ്റ് ഈ ചട്ടിയിലേക്ക് കണ്ടിട്ടുക. ഇത്രേ വേണ്ടുള്ളൂ. അതിൽ എല്ലാ വേസ്റ്റും നമുക്ക് ഇടാം. അതിൽ ഭക്ഷണാവശിഷ്ടങ്ങളായാലും വേണ്ടില്ല, ഉള്ളിത്തോലി, മുട്ടത്തോട്, അങ്ങനെ സിട്രിക് ആയിട്ടുള്ള ഐറ്റംസ്, നാരങ്ങത്തൊലി, അങ്ങനെയുള്ള എല്ലാ സംഭവവും നമുക്ക് ഇതിലാണ്ട് കൂട്ടുക. അതിൻ്റെ മുകളിലൊരു തടി വെക്കുക. ഇതിങ്ങനെ ഒരാഴ്ച നമ്മൾ ദിവസമുള്ള വേസ്റ്റ് ഇതിൽ കണ്ട് കൊടുക്കുക. ആ തെങ്ങിൻ്റെ ചോട്ടിൽ കൂട്ടുന്നതിന് പകരം ഇതിൽ കണ്ട് കൂട്ടുക. അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ ചെറിയ ദുർഗന്ധം വരുമ്പോൾ നമ്മളൊരു ചരിച്ചോറ് കുറച്ചെടുക്കുക. സാധാരണ ചരിച്ചോറ്, വേറെ ഒന്നുമില്ല, ഇനാക്കുലം ഒന്നുമില്ല, സാധാ ചരിച്ചോറ് എടുക്കുക. അതിൻ്റെ മുകളിലൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക, മൊത്തം ഇട്ട് കൊടുക്കുക. അപ്പോൾ ദുർഗന്ധം മാറി കിട്ടും. അങ്ങനെ അടുത്ത പിറ്റേ ദിവസമുള്ള എല്ലാ വേസ്റ്റും ഇതേപോലെ ഇടുക. ദുർഗന്ധം വരുമ്പോൾ ചരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിറയുന്നവരെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നിറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ വെക്കുക. എന്നിട്ട് അടുത്തേൽ തുടങ്ങാം. അടുത്തേൽ ഇതേപോലെ തന്നെ ഇട്ട് വേസ്റ്റ് ഇട്ട് തുടങ്ങാം. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഇടുക. ഒരാഴ്ച കഴിഞ്ഞാൽ ചരിച്ചോറ് മേലെ പാക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും വേസ്റ്റ് ഇടുക. വീണ്ടും ചരിച്ചോറ് പാക്ക് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ചരിച്ചോറ് ഇട്ട് കൊടുത്താൽ മതി. ദുർഗന്ധം വരുന്നൊരു അവസ്ഥ വരുമ്പോൾ ചരിച്ചോറൊന്ന് മേലെ കംപ്ലീറ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദുർഗന്ധം ഉണ്ടാവില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് BSF ലാർവകളെ വേർതിരിച്ച് നമുക്കതിനെ നമ്മുടെ മത്സ്യങ്ങൾക്കും കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇത് നിറയുന്നവരെ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും നല്ല കമ്പോസ്റ്റായി കിട്ടും. അതെടുത്തിട്ട് നമുക്ക് സൂപ്പർ വളമാണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കും മറ്റുള്ള ഗ്രോബാഗ് കൃഷിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വീണ്ടും അതിലിട്ട് തുടങ്ങാം. അതിങ്ങനെ മാറി മാറി ഇട്ട് കഴിഞ്ഞാൽ ഒരു ചിലവില്ലാതെ കണ്ടില്ല. ആ ഒരു 100 രൂപയുടെ ഒരു ഡബ്ബ വാങ്ങിക്കുക, ഒരു 150 രൂപയുടെ സ്റ്റൂള്, ഒരു ട്രേ, വെള്ളം ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളം നിറച്ച് വെക്കുക. ഇത് കണ്ടില്ല, ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകൾ കയറില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വളവും അടിപൊളി ഹൈ പ്രോട്ടീൻ അടങ്ങിയ തീറ്റയും വെറുതെ നമുക്ക് കിട്ടും. ഇനി ആരും തെങ്ങിൻ്റെ വീട്ടിലേക്ക് വലിച്ചെറിയണ്ട കേട്ടോ. ഇതിലേക്ക് ഇട്ടുള്ളൂ. ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വളവും അടിപൊളി ലാർവളയും ലഭിക്കും. അപ്പോൾ ഇതിനൊന്നും പണിയില്ല. നമ്മൾ ചരിച്ചോറൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം. എല്ലാം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചെന്നിരിക്കാനും അത് കാണാനും അവരുടെ പ്രവർത്തനം കണ്ട് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് യാതൊരു ദുർഗന്ധമില്ലാതെ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഇത് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത.